എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിടിലൻ ഹൽവയാണ്. പാഴാക്കി കളയുന്ന ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല രുചികരമായ ഹൽവ തയ്യാറാക്കാം. ചക്കക്കുരുവിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്ത് കൂടുതൽ രുചികരവും ഹെൽത്തിയുമായ രീതിയിലാണ് ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ വീഡിയോ കണ്ടാലോ? ഇത് ഫ്രീസറിൽ വെച്ച ചക്കക്കുരുവാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചീത്തയാകാതിരിക്കാൻ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ 1 മണിക്കൂർ വെളിയിൽ വെച്ച് ഇതിൻ്റെ തണുപ്പെല്ലാം പോയതിനു ശേഷം വെളുത്ത തൊലി നീക്കിയെടുക്കണം. ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം 50 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതവിടെ പുറം തൊലി നീക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ കളറിലുള്ള തൊലി മാറ്റരുത്. കഴിഞ്ഞ ചക്കക്കുരു ലഡുവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരുടെ ആശങ്ക കമൻസിലൂടെ കണ്ടു. പിന്നെ ചക്കക്കുരു കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകുമെന്നും അതിനുള്ള പരിഹാരമാണ് കേട്ടോ ബ്രൗൺ തൊലി കളയാതിരിക്കുക. ഇനി ഇതിനെ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ബ്രൗൺ തൊലിയിലാണ് ഗുണങ്ങളേറെ ഉള്ളത്. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4-5 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇവിടെ ചക്കക്കുരു നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. ഹൽവയ്ക്ക് വേണ്ടി 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് കറുത്ത ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ പാവ് കാച്ചിയെടുക്കാം. ഇനി തണുത്ത ചക്കക്കുരു ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്പെഷ്യൽ ചേരുവ എന്ന് പറഞ്ഞത്. ഇതിന് പകരം അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, മൈദ ഇവയൊക്കെ ചേർത്തുണ്ടാക്കാം. പക്ഷെ നന്നായിട്ട് തോന്നിയത് റാഗിപ്പൊടിയാണ്. കാരണം കുറച്ച് ഡാർക്ക് കളർ കിട്ടും, അതുപോലെ ഹെൽത്തിയുമായിരിക്കും. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കിയത്. ചക്കക്കുരു വേവിച്ചപ്പോൾ 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഒരുമിച്ചിട്ടെങ്കിലും ശരിയായിട്ടുള്ള ഒരു അരവ് വരാത്തതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. മിക്സർ ജാറിൽ അരച്ചെടുത്തതിന് ശേഷം ഏതെങ്കിലും ചക്കക്കുരു അരയാതെ കിടക്കുന്നതായിട്ട് കാണപ്പെടുകയാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് അതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഒരു ഫ്രൈ പാൻ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ കാഷ്യൂ നട്ട്സും ബദാമും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഹൽവയുടെ പാകത്തിന് മൂപ്പിച്ചെടുക്കണം. അതായത് കൂടുതൽ ബ്രൗൺ ആക്കേണ്ട, മൂത്ത് വന്നാൽ മാത്രം മതി. അവിടെ കാഷ്യൂ നട്ട്സും ബദാമും നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഹൽവ ഉണ്ടാക്കുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി കേക്ക് ടിന്നിലേക്ക് കുറച്ച് വെളുത്ത എള്ള് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. വെളുത്ത എള്ളാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം കുറച്ച് റോസ്റ്റ് ചെയ്ത കാഷ്യൂ നട്ട്സും ബദാമും ഒക്കെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി കാഷ്യൂ നട്ട്സും ബദാമും ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ അരച്ചു വെച്ച ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മിക്സർ ജാർ കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ കുറച്ച് ലൂസായിട്ടിരിക്കണം, കാരണം ഇതിൽ റാഗി ചേർത്തിട്ടുണ്ട്. നല്ല കട്ടി പേസ്റ്റായിട്ടുള്ള ബാറ്റർ ഉപയോഗിച്ച് ഹൽവ ഉണ്ടാക്കരുത്, അത് അത്ര രുചികരമായിരിക്കില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന റാഗിയും അതുപോലെ ചക്കക്കുരുവിൻ്റെ പേസ്റ്റും ലൂസ് ബാറ്ററിൽ വെന്ത് കുറുകണം. എന്നാലേ ഹൽവയ്ക്ക് രുചി ഉണ്ടാകുള്ളൂ. അത് ഏത് ഹൽവയ്ക്കും അങ്ങനെ തന്നെയാണ്. ചക്കക്കുരു ഹൽവയുടെ ബാറ്റർ ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഇടയ്ക്കിടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചക്കക്കുരുവിൻ്റെ ഹൽവ ബാറ്റർ നല്ല കട്ടിയായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ചക്കക്കുരു ഹൽവ കളർ ചേഞ്ചായി കട്ടിയായി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും ബദാമുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തൊന്ന് കൊടുക്കുകയും വേണം. ഇവിടെ ചക്കക്കുരു ഹൽവ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഹൽവയിൽ നിന്നും നെയ്യ് വേർപെട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇത് പാകമായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് പകർത്താം. ഇനി ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. തണുക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഷേപ്പാക്കിയാൽ നല്ല രീതിയിൽ തന്നെ ടോപ്പ് ലെവൽ ചെയ്യാൻ പറ്റും. ഈ ഹൽവ കാണാനും അതുപോലെ തന്നെ രുചിയിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. രുചിച്ച് നോക്കിയാൽ ഇത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല.
ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സും എള്ളുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും സെറ്റാകാൻ വെക്കണേ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കൊതി കൊണ്ട് ഇതിൻ്റെ രുചി അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഈ ഹൽവ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവ പോലെ പാഴാക്കി കളയുന്ന ചക്കക്കുരു കൊണ്ട് നമുക്ക് കിടിലൻ രുചിയിൽ നല്ല സൂപ്പർ ചക്കക്കുരു ഹൽവ വീട്ടിലുണ്ടാക്കാം. ഹൽവ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.